ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം ആയിരിക്കും. ഒരുപാട് ആൾക്കാർ, കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, എല്ലാ ആൾക്കാരും, യുവാക്കളും എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇൻസ്റ്റഗ്രാമാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ പുതിയ വന്ന ഒരു അപ്ഡേറ്റ് അത് എല്ലാവരുടെയും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണത് ഓഫ് ചെയ്ത് വെക്കുന്നത്. ഇൻസ്റ്റൻ്റ് എന്നുണ്ട് പുതിയൊരു. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ഓൺ ചെയ്ത് അതിൻ്റെ ചാറ്റിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സൈഡിൽ ഒരു ക്യാമറയുടെ ഒരു ഐക്കൺ വന്ന് കിടക്കും. ഒരു ഇൻസ്റ്റൻ്റ് എന്നുണ്ട്, അത് ഓണാക്കി കഴിഞ്ഞാൽ ക്യാമറ ഓണാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ പോകും. പിന്നെ സെൻഡ് ചെയ്യാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് എടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അതിൽ ടൈറ്റിൽ ടാഗൊക്കെ കൊടുത്ത് എന്നിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്ത സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നാൽ ഈ ഇൻസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് അതെപ്പോഴും അവിടെ ഓണാക്കി കിടക്കുക. ജസ്റ്റ് ഒരു ക്ലിക്കിൽ ആ ഫോട്ടോ എവിടെ പോകുകയെന്ന് നമുക്കൊരു പിടുത്തുണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ട്സിലേക്കായിരിക്കും, എവിടെ പോസ്റ്റായിരിക്കും, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റുന്നില്ല. എവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. അത് നമ്മുടെ സീക്രട്ട്, നമ്മുടെ പ്രൈവസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മൊബൈലുമായിട്ട് പല ആൾക്കാരും പറയാറുണ്ട്, മൊബൈലിട്ട് നിങ്ങൾ വാഷ്റൂമിൽ പോകുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇങ്ങനൊരു ക്യാമറ ഓണാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് അറിയാതെ കൈ തട്ടിയാൽ പോലും അതത് പോസ്റ്റായി പോവുകയാണ്. നമുക്കത് ഒരു ഓപ്ഷൻ അല്ല. മറ്റുള്ളത് പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചോദ്യം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു ബട്ടൺ അമർത്തിയാലാണ് അത് പോസ്റ്റ് ആവുള്ളൂ. ഇതൊന്നുമില്ലാതെ ഓൺ ദ സ്പോട്ടിൽ അത് പോസ്റ്റ് ആവണം. എവിടെയാണ് പോസ്റ്റ് ആവണമെന്ന് ആർക്കും അറിയുന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജായി പോയി ഒരു ഫോട്ടോ. അങ്ങനെ അത് അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് പലർക്കും അറിയില്ല. പക്ഷേ അത് നമുക്ക് നമ്മുടെ പ്രൈവസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് അത് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈഡിൽ ചാറ്റിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചാറ്റിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞാൽ സൈഡിൽ കണ്ടില്ലേ, അത് ആ റെക്കോർഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ കാണിക്കും. ഇതിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ആ 3 ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് ഓൺ ചെയ്തിട്ട് നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് കണ്ടൻറ്റ് പ്രിഫറൻസ് എന്നുള്ളത് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഹൈഡ് ഇൻസ്റ്റൻറ്റ് ഇൻബോക്സ് എന്നല്ലേ, അത് എനേബിൾ ചെയ്ത് വെക്കുക. വന്നിട്ട് നോട്ടിഫിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് അതിൽ ഇൻസ്റ്റൻറ്റ് എന്നുള്ളതുണ്ട്, അതിൻ്റെ ഇമോജി റിയാക്ഷനും ഓഫ് ചെയ്ത് വെക്കുക. അത് രണ്ടും ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് അവിടെ കാണില്ല. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ അത് എല്ലാവരും ഓഫ് ചെയ്ത് വെക്കലാണ് നല്ലത്, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അത് എന്തിനാണ് വന്നുള്ളതൊന്നും ഇതുവരെ, അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന്, ഉപകാരം എന്താണെന്നൊന്നും ഇതുവരെ ആരും വീഡിയോ ചെയ്തിട്ടില്ല. എല്ലാവരും അതിൻ്റെ ദോഷമാണ്. അപ്പോൾ അത് എങ്ങനെ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ.